ഈ പ്രശ്നം നടന്ന സമയത്ത് ഞാൻ രേണുവിനോട് സംസാരിച്ചപ്പോഴും രേണുവിച്ച് കിച്ചുവിനെ ഒരു വാക്കുകൊണ്ടോ ഒന്നും ഒരു മോശം പറഞ്ഞിട്ടില്ല. അവൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. പിന്നെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുന്നത്. അപ്പൊ അതിന്റെ മുഖേനയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും അവിടെ വെച്ചിട്ടാണ് കിച്ചുവിന്റെ മൈൻഡ് മാറിയതെന്നും എനിക്ക് മനസ്സിലായി. ജാസി എന്ന് പറഞ്ഞാൽ എന്നോട് പൊട്ടിക്കറിയുന്നതായിരുന്നു ആള്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അത് ഓർത്ത് വിഷമിക്കേണ്ട, ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കും, ചേച്ചിയുടെ കാര്യങ്ങളും വർക്കും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു, ചേച്ചി ദുബായി പോണത് എന്തിനാന്നുള്ളത് അന്വേഷിക്കണം, അവൾ പോകുമ്പോൾ കുറെ പെട്ടികൾ, അവിടെ തിരിച്ചു വരുമ്പോൾ കുറെ പെട്ടികൾ. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ദുബായിലുള്ളൊരു വ്യക്തിയാണ്. നമുക്കൊരു 30 കിലോ അല്ലെങ്കിൽ ഒരു 50 കിലോ സാധനങ്ങൾ ആക്കണമെന്നുണ്ടെങ്കിൽ ദുബായിത്തെ വെറും 500 ദിറംസ് മതി. ഒരു 1-10 പോയിട്ട് നമുക്ക് 500 രൂപക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാം, ഒരുപാട് സാധനങ്ങൾ വാങ്ങാം. ആ ഒരു 2 ബോക്സ് ആക്കാൻ നമുക്ക് സാധനങ്ങൾ. അതൊക്കെ നമ്മൾ പ്രവാസികളായ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നത് നമുക്ക് അറിയുന്നതാണ്. ഒരു 1-10 ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപക്ക് പോയി സാധനങ്ങൾ വാങ്ങിച്ചു തന്നാൽ 2-3 പെട്ടിക്കുള്ള സാധനം ഉണ്ടാവും.